വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു ദേശീയ ദുരന്തമായി അംഗീകരിച്ച് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകണം എന്നാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. അതിപ്പോൾ ദേശീയ ദുരന്തമായിട്ട് അംഗീകരിക്കാനാവില്ല എന്ന് കേന്ദ്രം പറഞ്ഞിരിക്കുകയാണ്. ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാലും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ പുനരധിവാസത്തിനും ആവശ്യമായ അവരുടെ കടം എഴുതിത്തള്ളുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രം സഹായിക്കണം എന്ന് അന്നു മുതലേ ആവശ്യപ്പെട്ട, കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട കാര്യമാണ്. അത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് മാത്രമല്ല, 3 മാസമായിട്ടും ഒരു നയാ പൈസ കേരളത്തിലെ ഈ ദുരന്തം, ഈ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് സഹായമായിട്ട് അനുവദിച്ചില്ല എന്നുള്ള ഏറ്റവും ശക്തിയായ കേരളത്തിൻ്റെ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവിടെ നടക്കാൻ പോകുന്ന വലിയ പ്രതിഷേധം. കേരളം മുഴുവൻ പ്രതിഷേധത്തിൽ തന്നെയാണ്. അതാണ് കേന്ദ്രം എന്തായാലും നൽകിയിരുന്ന ഉറപ്പായി. സംസ്ഥാനം എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കും? അവരെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടേ? അല്ല, പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഗവൺമെൻറ് കേരളത്തിൻ്റെ പരിധിക്കകത്തു നിന്നുകൊണ്ട് പുനരധിവാസം ശക്തിയായി കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾ ഒരുപാട് സഹായങ്ങൾ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് ഫലപ്രദമായിട്ട് പുനരധിവാസം ലോകമാതൃകയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരുന്നതാണ് കേന്ദ്രം. എങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി അല്ല, തിരഞ്ഞെടുപ്പ് ഇവിടെ മാത്രം ഇപ്പം തീർന്നില്ലല്ലോ. വയനാട് തീരുന്നവരെ മിണ്ടാണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പം അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ശക്തിയായ നിലപാട് അവരെടുത്തിരിക്കുകയാണ്. അതായത് കേരളത്തോടാണ് അമർഷം. കേരളത്തിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക മുന്നേറ്റവും സൃഷ്ടിക്കാൻ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ്. അല്ല, വേറെന്ത് കാര്യമാണ്? BJP നേതാക്കൾ പറയുന്ന പ്രധാനമന്ത്രി വന്നതുകൊണ്ട് മാത്രം പ്രത്യേക സഹായം ലഭിക്കില്ല എന്നുള്ളതാണ്. അല്ല, പ്രധാനമന്ത്രിയാണല്ലോ പറഞ്ഞത് സഹായം നൽകുന്നു. ആ സഹായം കിട്ടണ്ടേ? അതിനെന്താ BJPക്കാർക്ക് മറുപടിയുള്ളത്? ഒരു മറുപടിയില്ല. UDF നേതാക്കളൊക്കെ ആരോപിക്കുന്നത് സഹായം മേടിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയുണ്ടായിരുന്നു. അത് എല്ലാ കാലത്തും കേരള വിരുദ്ധ നിലപാടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനെതിരായ നിലപാടാണ് UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പറയുന്നത് മാത്രമേ ഉള്ളൂ. BJPയെ കുറ്റപ്പെടുത്താൻ ധൈര്യമില്ല. BJPയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഓരോ സന്ദർഭത്തിലും UDF എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം ഇങ്ങനെയാണ്. അതാണ് ഇതും വ്യക്തമാക്കുന്നത്. സർക്കാർ നിസ്സംഗമായി ഇരിക്കരുതെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ പറയുന്നത്. അത് UDFൻ്റെ ഭാഗം തന്നെയാണല്ലോ. അത് കോൺഗ്രസ് ഒരു ഭാഷ പറഞ്ഞാൽ ഉടനെ ഈ ലീഗ് വേറൊരു ഭാഷ പറയും. എത്രയേ കാര്യമുള്ളൂ. അത് കേരളത്തിനെതിരാണ്. ഈ പാലക്കാട് ഏറ്റവും അവസാനമായിട്ട് വ്യാജ വോട്ടൊക്കെയാണ് ചർച്ചയായി വന്നിരിക്കുന്നത്. ഇപ്പോൾ സരിനെതിരെ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് അടക്കം വിമർശനം. അല്ല, വ്യാജ വോട്ടിൻ്റെ ഒന്നും അടിസ്ഥാനം സരിനൊന്നും അല്ലല്ലോ. സരിൻ കൃത്യമായിട്ട് ഇന്നലെ തന്നെ പറഞ്ഞല്ലോ അതിനെതിരായിട്ട് കേസ് കൊടുക്കട്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട്. അതായത് ഇവിടെ കള്ള വോട്ട് ചേർത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും ചേർത്തിട്ടുള്ളത് ഒന്ന് കോൺഗ്രസ്സാണ്, മറ്റൊന്ന് BJPയാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ കള്ള വോട്ട് ചേർത്ത് ശീലമുള്ളവരാണ് ഷാഫി പറമ്പരും അതുപോലെ തന്നെ ഇവരെല്ലാം. പ്രത്യേകിച്ച് ഇവിടെയുള്ള രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തി തന്നെ അദ്ദേഹം പ്രസിഡൻ്റ് ആവാൻ വേണ്ടി ഐഡൻറ്റിറ്റി കാർഡ് തന്നെ വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ട് ജയിച്ച ഒരാളാണെന്നാണ് അയാളുടെ ആദ്യത്തെ പ്രസക്തി. അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ വന്നുള്ളത്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് പെട്ടിയും പ്രമാണവും അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോഴേറ്റവും അവസാനത്തെ കള്ളവോട്ട് ചേർക്കലും ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കലും ഒക്കെ ഇതിൻ്റെയും കൂടി ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തിയായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെട്ടത്. ശക്തിയായ നിലപാട് സ്വീകരിക്കണം. പക്ഷേ കൊടക്കര കേസ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ കേസിൻ്റെയും ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ BJPക്ക് അനുകൂലമായ സമീപനം മാത്രമാണ്. BJP കള്ളക്കടത്ത് നടത്തിയാലോ അതുപോലെ തന്നെ കുഴൽപ്പണം കടത്തിയാലോ അവരില്ല. ഇവിടെ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ, കള്ള വോട്ട് ചേർത്താൽ അതുപോലെ ഡബിൾ വോട്ട് ചേർത്താൽ അതിനൊന്നും അവർ എതിരില്ല. ആ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും അതിൻ്റെ ഫെഡറൽ സംവിധാനത്തെയും ജനാധിപത്യപരമായ സമൂഹത്തിൻ്റെ ആവശ്യകതയെയും എല്ലാം തകർക്കുന്ന രീതിയിലുള്ള ഒരു BJP എന്താണോ ആഗ്രഹിക്കുന്നത് അതിനപ്പുറം കടക്കാൻ തയ്യാറില്ലാത്ത ഒരു വിഭാഗമായിട്ടാണ് ഇപ്പോൾ
ഇവരെല്ലാം മാറുന്നത്. അത് ശക്തിയായ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവപൂർവ്വം ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധിച്ച് ഇരട്ട വോട്ടും അതുപോലെ തന്നെ മറ്റു പല ഭാഗത്തുള്ള കൂട്ടിച്ചേർത്ത വോട്ടുകളൊക്കെ മാറ്റണം തന്നെയാണ് നമ്മളെ അഭിപ്രായം. ഒറ്റയ്ക്ക് പുതുതായി ചേർത്തിയ വോട്ടുകളൊക്കെ ആ ചേർത്തിയ ആളുകൾക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരും. അതിൽ ഒരവസരവും ഒരുക്കില്ല. അതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് ആരാണ് ഈ വോട്ടെല്ലാം ശേഖരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ പോളിംഗ് ബൂത്തിൻ്റെയും മുമ്പിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തും ആരൊക്കെ ഇവിടെ കള്ള വോട്ട് ചെയ്യാൻ വരുമെന്നും. ഈ BLOമാരുടെ ഒന്നും സ്വാധീനമില്ല. BLOമാരുടെ സ്വാധീനം കൂടി ചേർത്തുകൊണ്ട് തന്നെയാണ് ഇത് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം BLOമാരെ സംബന്ധിച്ച് ആലോചിക്കേണ്ടിയിട്ടുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ടു ഉറപ്പല്ലേ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം.